ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി സംസ്ഥാന പൊതുമരാമത്ത് റോഡിൽ ചിത്രപ്പുഴ ജംഗ്ഷൻ മുതൽ HOC ജംഗ്ഷൻ വരെയുള്ള ഭാഗം 25 കോടി 12 ലക്ഷം രൂപ ചെലവിൽ 4 വരി പാതയാക്കും. ഇതിന്റെ ഭാഗമായി ചിത്രപ്പുഴയിൽ പുതിയ പാലം നിർമ്മിക്കും. നിലവിലുള്ള പാലവും ശക്തിപ്പെടുത്തും. കൊച്ചി റിഫൈനറിയുടെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായാണ് തുക അനുവദിച്ചത്. കൊച്ചി നഗരവുമായും തൃപ്പൂണിത്തുറയുമായും ജില്ലയുടെ കിഴക്കൻ മേഖലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാത എന്ന നിലയിൽ ഗതാഗത സൗകര്യങ്ങളിൽ വൻ കുതിപ്പ് സൃഷ്ടിക്കാൻ പുതിയ പദ്ധതിക്ക് കഴിയും. കൊച്ചി റിഫൈനറി ഉൾപ്പെടെ പ്രധാന സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന റോഡ് എന്ന നിലയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം പകരാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി ക്യാൻസർ സെന്ററിൽ പുതിയ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കും. ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വിശ്രമത്തിനും താമസത്തിനും സൗകര്യമൊരുക്കാനാണ് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നത്. പദ്ധതിക്കായി BPCL 11 കോടി 34 ലക്ഷം രൂപ CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. മധ്യകേരളത്തിലെ പ്രധാന ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറാൻ പോകുന്ന കൊച്ചി ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്നവർക്ക് ആശ്വാസമേകുന്നതാണ് അമ്യൂണിറ്റി സെന്റർ. AC, non-AC മുറികൾ, ഡോർമിറ്ററി എന്നിവയുൾപ്പെടെ 22,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ടാകും സെന്ററിന്. 6 നിലകളിലായി 115 പേർക്ക് അവിടെ താമസ സൗകര്യമുണ്ടാകും. ഇക്കഴിഞ്ഞ 3 ദിവസമായി തുടർന്നു വന്ന ശക്തമായ മഴയിൽ ജില്ലയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഒരു വീട് പൂർണ്ണമായും 50 വീടുകൾ ഭാഗികമായും തകർന്നു. ഈ മാസം 24 പെയ്ത ശക്തമായ മഴയിൽ കൊച്ചി താലൂക്കിലാണ് ഒരു വീട് പൂർണ്ണമായും തകർന്നത്. താലൂക്കിൽ 6 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. പറവൂർ താലൂക്കിൽ 19, കണയന്നൂർ താലൂക്കിൽ 6, കുന്നത്തുനാട് 6, മൂവാറ്റുപുഴയിൽ 4, ആലുവായിൽ 4, കോതമംഗലത്ത് 2 എന്നിങ്ങനെയാണ് വീടുകൾ ഭാഗികമായി തകർന്നത്. അടിയന്തര ഘട്ടത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ 360 ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധിയിടങ്ങളിൽ വൈദ്യുതി ലൈനുകൾ, പോസ്റ്റുകൾ, ട്രാൻസ്ഫോമറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് തകരാറുകൾ സംഭവിച്ചതായി KSEB അറിയിച്ചു. പെരുമ്പാവൂർ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിലുള്ള 44 സെക്ഷനുകൾ അതിരൂക്ഷ മഴക്കെടുതിയാണ് നേരിട്ടത്. ഇത് പരിഹരിക്കാൻ സർക്കിൾ തലത്തിൽ ദ്രുതകർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട്. അങ്കമാലി ഡിവിഷന് കീഴിൽ അങ്കമാലി, കറുകുറ്റി, മൂക്കന്നൂർ, പാറക്കടവ് സെക്ഷനുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. 11 kV ഫീഡറുകൾ തകരാറിലായതിനു പുറമെ 6 ഹൈടെൻഷൻ പോസ്റ്റുകൾക്കും 41 ലോ ടെൻഷൻ പോസ്റ്റുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പിറവം എന്നീ ഡിവിഷനുകളുടെ കീഴിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണെന്ന് KSEB അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.